ശ്രീ അക്ബർ ഇനി കവിത അവതരിപ്പിക്കും. പത്രവായനയ്ക്കിടെ മുറിയിലെത്തി. ഒരു മഴവില്ല് പോലും തികച്ചു കാണാതെ വെള്ളാട പുതച്ച് താഴത്തെ നിലയിലേക്ക് ഇറങ്ങിപ്പോയൊരു കുട്ടി ഇന്നത്തെ മഴയ്ക്കൊപ്പം പത്രവായനയ്ക്കിടെ മുറിയിലെത്തി. വേദനകളുടെ 1000 മഴവില്ലുകൾ ഞാൻ കണ്ടിരുന്നു. മൊട്ടത്തലയ്ക്കു ചുറ്റും പറപ്പകളും തുമ്പികളും വലയങ്ങളായത്. പഴുത്ത പ്ലാവിലകളായിരുന്നീ മുറി നിറയെ. തൊപ്പികുത്താൻ ഉപയോഗം കഴിഞ്ഞ സൂചികൾ. കോശങ്ങൾ പൂക്കുന്ന ഈ ഇടത്തിൽ നിന്ന് എത്ര ശബ്ദങ്ങളാണ് തൂത്തുമാറ്റുന്നത്. കടുത്ത മണങ്ങൾക്കൊപ്പം മൂടിപ്പുതച്ച് കണ്ണുമിഴിച്ച് സ്ട്രെച്ചറിൽ ഞാൻ നടന്നുപോയി. ജനറൽ വാർഡിൽ നിന്നൊരു കൂട്ടക്കരച്ചിൽ കൈവിരൽ പിടിച്ച് മഴയിലേക്കിറങ്ങുന്നു. ജനറൽ വാർഡിൽ നിന്നൊരു കൂട്ടക്കരച്ചിൽ കൈവിരൽ പിടിച്ച് മഴയിലേക്കിറങ്ങുന്നു. രണ്ടാമത്തെ കവിത തയ്യൽക്കാരൻ. ഇഴകൾ തോറും നീ വേദനയായി കൊണ്ടുകയറുമ്പോൾ തയ്യൽക്കാര നിന്നെ ഓർക്കുന്നു. കവിതയുടെ പേര് സൈബർ കൂലികൾക്ക് ഒരു ഗറില്ല പ്രണയമുറ അഥവാ പ്രായാണമുറ. സൂര്യനും ഭൂമിക്കും ആകാശത്തിനുമിടയിൽ സൂര്യനും നിനക്കും ഭൂമിക്കുമിടയിൽ ആകാശത്തിന്റെ കടൽ നീലത്തിലേക്ക് തുറിച്ചു നിൽക്കുന്ന പളുങ്ക് കാളയെ കീബോർഡിൽ നിന്ന് കൈയെടുക്കാതെ പ്രാപിക്കുവാൻ പച്ച മരണം തിളയ്ക്കുന്ന മൈതാനത്തിന്റെ തുറസിൽ ഒരു ക്ലിക്ക് വെളിച്ചം. ഇലകൾക്കും ശിഖരങ്ങൾക്കും ഇടയിൽ തണൽ ഒളിപ്പിക്കുന്ന മരങ്ങളുടെ പ്രണയത്തിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ണിന്റെ സ്ഫടിക വിരിപ്പിലേക്ക് പാറിയിറങ്ങുന്ന മഴവിൽ ധൂളികൾ കൃത്യമായി എണ്ണിയെടുക്കുക. ഇപ്പോൾ പുൽത്തകിടി ഒരു കടൽ, അതിൽ പച്ച നിറങ്ങളുടെ രക്തം. പുൽക്കൂമ്പിൽ ഒരു മുറം വിശാലത. മൈതാന തുറസ്. തുറസിന്റെ തടവിൽ സൂര്യന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചൊഴുകുന്ന പുഴ. മഴവില്ലുകൾ മുങ്ങിമരിച്ച തുറസിന്റെ ചുഴി. ദ ഹെൽ ഓഫ് അഗ്രോഫോബിയാക്സ്. ത്തിന്റെ രക്തം. ഹൃദയത്തിൽ കരിയുന്ന കോർപ്പറേറ്റ് ലിഖിതങ്ങൾ. ഇതളുകളിൽ സൂര്യചുംബനമേറ്റ് വിങ്ങിയുണരുന്ന പൂവിനെ പിന്നിലൂടെ പ്രാപിക്കുന്നതെങ്ങനെ? ആകാശത്തിലേക്ക് കുതിക്കുന്ന സ്നേഹരേണുക്കളിൽ മാലാഹമാർ സഞ്ചരിക്കുന്നു. ഒരു ചുംബന ബോംബിൽ ചുണ്ടുകൾ ചിതറുന്നിടത്തോളം, ഒരു മൈഥുന ബോംബിൽ, ഒരു മൈഥുന മൈനിൽ ലിംഗം ചിതറുന്നിടത്തോളം പരാഗിയുടെ പരാധീനതയിൽ പ്രണയം തടവിലാക്കപ്പെടുന്നു. ചെറു ശബ്ദങ്ങൾ പെയ്തൊഴിഞ്ഞ വെയിലിന്റെ ഏകാന്തതയിൽ നീ ബോധത്തിലേക്ക് വിമോചിപ്പിക്കപ്പെടുമ്പോൾ ഷീ ഈസ് എ വെർച്വൽ റിയാലിറ്റി റിട്ടൺ ഇൻ C++. Cyber coolies from the hell screwing each other in the Wall Street. കൂറ്റൻ കെട്ടിടങ്ങളുടെ ഇഷ്ടിക വെളിച്ചത്തിൽ സ്പൈഡർമാൻ ഇന്ററാക്റ്റീവ് മൾട്ടിമീഡിയ ആനിമേഷൻ. ഗോപുരങ്ങളിൽ നിന്ന് ഗോപുരങ്ങളിലേക്ക് ചാടുന്നു. ടിൻ ടവറിൽ വലങ്കാലുടക്കി, എംപയർ സ്റ്റേറ്റിൽ ഇടങ്കാലുടക്കി, വലിഞ്ഞമർന്ന് ഇടത്തൊഴിഞ്ഞ് വലത്തുമാറി സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ പിഴുതെടുത്ത് വാൾ സ്ട്രീറ്റിൽ എറിഞ്ഞുടയ്ക്കുന്നു. ചിതറിവീണ ഓഹരികളിൽ തട്ടി ചരിത്രം മരിക്കുന്നു. ഫൂക്കോയാമ വാൾ സ്ട്രീറ്റിൽ കൊരുത്ത കൂണ്. ചിതറിയോടുന്ന സൈബർ കൂലികൾ. ദ ലൊക്കേഷൻ ഓഫ് ദ കൾച്ചർ. ചിതറിയോടുന്ന സൈബർ കൂലികൾ ലൊക്കേറ്റിംഗ് ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ. എഡിസണിലെ കരാർ കൂലിയിടങ്ങളിൽ നിന്ന് വെങ്കിടേശ്വര സുപ്രഭാതം. സാൾഗാക്കും ബംഗ്ര റാപ്പിനുമിടയിൽ DMXലേക്ക് ഒരു പാലം, അതിൽ ലിറ്റിൽ കിം കിതയ്ക്കുന്നു. സോഷ്യൽ ടെക്സ്റ്റിനും ലിംഗ ഫ്രാങ്കയ്ക്കുമിടയിൽ കാൽ വിരിച്ച് സോക്കൽ
അർണോവിറ്റ്സിന്റെ ഞാണിൽ ഒരു ഹോക്സ് തൊടുക്കുന്നു, ട്രാൻസ്ഗ്രസിംഗ് ദ ബൗണ്ടറീസ്. പ്രായാണത്തിനും പ്രണാമത്തിനുമിടയിൽ ഗോളാന്തര കൂലികൾക്ക് പ്രണയം പ്രജനന ബാധ്യതയില്ലാത്ത ഒരു റബ്ബർ തുണ്ടാണ്. യു ക്യാൻ ടോസ് ഇറ്റ് ആസ് എ ബലൂൺ. പ്ലീസ് ഷട്ട് മീ ഡൗൺ വെൻ യു ലീവ് ദ ഡെസ്ക്. ശ്രീ കുറവങ്ങാട് ബാലൻ. പ്രിയമുള്ളവരെ, ഇത് ഒരു കവിത എന്നതിലുപരി DC-ക്കുള്ള എൻ്റെ ഭാവുക ആശംസകളാണ്. കാരണം 36 കൊല്ലം ഞാൻ ഒരു മറുനാടൻ മലയാളിയായിരുന്നു. ഭോപ്പാലിലെ കടുത്ത ചൂടിലും വിറങ്ങലിക്കുന്ന തണുപ്പിലും ജീവിതത്തിനോട് തന്നെ ഒരു വൈമനസ്യം അല്ലെങ്കിൽ ഒരു വിമുക്തത തോന്നുന്ന അവസരത്തിൽ എൻ്റെ കൂട്ടിന്, എൻ്റെ മനസ്സിന് ആശ്വാസം തന്നുകൊണ്ടിരുന്നത് സാംസ്കാരിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ DC-യിൽ നിന്നും VP ആയി കിട്ടുന്ന പുസ്തകങ്ങളുമായിരുന്നു. പീരിയോഡിക്കൽസിൽ ഒരു പേജിൻ്റെ മൂലയിൽ കാണുന്ന നല്ല നല്ല ടൈറ്റിൽസുകൾ ഉണ്ടെങ്കിൽ അത് നോക്കി എന്നും ഞാൻ മാസാമാസം പുസ്തകങ്ങൾ VP ആയി വരുത്തുമായിരുന്നു. അങ്ങനെ എൻ്റെ വിരസമായ നാളുകൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകരാൻ DC-യുടെ പുസ്തകങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഇങ്ങ് കേരളത്തിൽ നല്ല മന്ദാലിനും അതുപോലെ തന്നെ മർമ്മരമുതിർക്കുന്ന കാട്ടരുവിയും അതിനെല്ലാം ഇടയ്ക്കുകൂടി പാഞ്ഞു പോകുന്ന കാട്ടാറും ഒക്കെയുള്ള സുന്ദരമായ കേരളീയ കാഴ്ച അല്ലെങ്കിൽ ദൃശ്യം എൻ്റെ മനസ്സിനെ എന്നും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ DC-യെ ശരണം പ്രാപിക്കുകയും പുസ്തകങ്ങളിലൂടെ ആശ്വാസം കൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അനുമോദനം രൂപപ്പെട്ടു വന്നത്. DC-യിൽ നിന്നും പോകും പുസ്തകങ്ങൾ കാണെ കോഴിക്കോട് അതിൻ തനു പുളകം കൊണ്ടിടുന്നു. വിജ്ഞാന വിനോദങ്ങൾ സമ്മിശ്ര വികാരമായി വായനക്കാരുടെ ഹൃത്തിൽ പൂത്തിരി കത്തിക്കവേ ഉള്ളടക്കത്തിൽ കേമം ഹൃദയഹാരിയാം രൂപം സാഹിത്യ കുതുകികൾ ആസ്വദിച്ചാഹ്ലാദിപ്പൂ. നല്ല ജീവിതങ്ങൾ തീർത്ത മർത്യ സംസ്കൃതിയുടെ തെളിയും കണ്ണാടിയിൽ DC തൻ മുഖം കാണെ ചരിത്ര സത്യങ്ങളെ ചിറകിൽ ഒളിപ്പിച്ച പതംഗം DC-ക്കൊപ്പം പട്ടണത്തിനുമീതെ ഉയർന്നു പറക്കവേ വായനക്കാരുടെ വ്യൂഹം ഹൃദയാഹ്ലാദത്താൽ വേഗെ ചുവടുവെച്ചിടുന്നു. ഇരുളിൽ തപ്പും നേരം വെളിച്ചം കൊതിക്കുമ്പോൾ DC-യിൽ കാണുന്നില്ലേ ഒരു നവ്യപ്രകാശത്തെ? അതുകൊണ്ട് ഇവിടെ ഈ നഗരം DC-ക്കേകി ഹൃദയഹാരിയാം സ്ഥാനം മറ്റെങ്ങും കാണാവിധം. കൊതിപ്പൂ വളരുവാൻ ഇനിയും വളരുവാൻ പന്തലിപ്പോടെ അങ്ങ് ഗഹനം പുകിയിടുവാൻ നന്മ നേർന്നുകണ്ടൻ വാക്കുകൾ നിർത്തിയിടവേ പുസ്തകപ്രസാദനമെന്ന കലയെ നമിക്കട്ടെ. നന്ദി. ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഈ വേദിയിൽ നിന്ന് ഞാൻ ചൊല്ലിയ ഒരു പഴയ കവിതയാണ് ഇപ്പോൾ ഓർമ്മയിൽ. അത് വീണ്ടും ചൊല്ലാം. സന്ദർശനം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം ജനലിനപ്പുറം
ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്ന് പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു. ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്ന് പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകു നീർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരേകാന്തരോദനം. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകു നീർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരേകാന്തരോദനം. സ്മരണ തൻ ദൂരസാഗരം തേടി എൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. സ്മരണ തൻ ദൂരസാഗരം തേടി എൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റെന്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ് എൻ്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ചില നിമിഷത്തിൽ
ഏകാകിയാം പ്രാണൻ അലയും ആർത്തനായി ഭൂതായനങ്ങളിൽ. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയും ആർത്തനായി ഭൂതായനങ്ങളിൽ. ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിനഴിമുഖം നമ്മൾ കാണാതിരിക്കുക. സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിനഴിമുഖം നമ്മൾ കാണാതിരിക്കുക. സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. നന്ദി. ശ്രീ മധുസൂദനൻ നായർ. കവിതയ്ക്ക് മുൻനിരകൾ ഇല്ലായിരിക്കുന്നതാണ് നല്ലത് എന്ന അനുഭവത്തിൽ നിന്ന് ഞാനിപ്പോൾ പഠിച്ചു. അതുകൊണ്ട് മറ്റു വർത്തമാനങ്ങൾ ഒഴിവാക്കി കവിതയിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. കവിതയുടെ അനന്തത, ആനന്ദ്യം, ബഹുസ്വരത, ബഹുവിധത്വം എന്നിവ ഇവിടെ ഒരു പ്രകാരത്തിൽ നമ്മൾ അനുഭവിച്ചു. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് വേറൊരുതരം കവിതയാണ്. കവിതയുടെ പേര് പൊങ്കാല എന്നാണ്. തെക്കൻ നാട്ടിൽ പൊങ്കൽ എന്ന്, തമിഴർ പൊങ്കൽ എന്ന് പറയും. തിരുവനന്തപുരത്ത് ആറ്റുകാലമ്മയ്ക്ക് പ്രിയം പൊങ്കാല എന്ന് പറയുന്നതാണ്. രണ്ടായാലും ഇപ്പോഴത് ചില ദേവതാപ്രീതികരമായ ക്ഷേത്രാരാധനയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. മുമ്പ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ ഞായറാഴ്ചയും സൂര്യനായിട്ട് അർപ്പിക്കുന്ന ഒന്നാണ് പൊങ്കൽ. ഞായറാഴ്ച തോറും ഉണ്ടാകുമായിരുന്നു, പ്രത്യേകിച്ച് മേടമാസത്തിൽ. പൊങ്കാല. ചിത്തിര ചിലയ്ക്കുന്ന മേടമല്ലേ, വിഷുപ്പത്തിനൊരു പൊങ്കാല വേണ്ടതല്ലേ. ചിത്തിര ചിലയ്ക്കുന്ന മേടമല്ലേ, വിഷുപ്പത്തിനൊരു പൊങ്കാല വേണ്ടതല്ലേ. പത്തായമുണ്ണാതുറങ്ങുന്നു വേനലിൽ, കത്താതടുപ്പു ചിതലെണ്ണുന്നു. പത്തായമുണ്ണാതുറങ്ങുന്നു വേനലിൽ, കത്താതടുപ്പു ചിതലെണ്ണുന്നു. വായിച്ച പുസ്തകത്താളിലെ പൈക്കളോ ബന്ധ്യതയ്ക്കർത്ഥമോക്ഷങ്ങളാകുന്നു. ചിത്തിര ചിലയ്ക്കുന്ന മേടമല്ലേ, വിഷുപ്പത്തിനൊരു പൊങ്കാല വേണ്ടതല്ലേ. പത്തായമുണ്ണാതുറങ്ങുന്നു വേനലിൽ, കത്താതടുപ്പു ചിതലെണ്ണുന്നു. വായിച്ച പുസ്തകത്താളിലെ പൈക്കളോ വന്ധ്യതയ്ക്കർത്ഥമോക്ഷങ്ങളാവുന്നു. ഋതുചാരമേറുന്ന ചോരക്കനൽ പ്രാണരതി ഊതി ഊതി തിളക്കി വച്ച്. ഋതുചാരമേറുന്ന ചോരക്കനൽ പ്രാണരതി ഊതി ഊതി തിളക്കി വച്ച്.
നിഴലത്തുണക്കിയൊരുടൽ ചുള്ളി ഇഴയറ്റ നനമുണ്ടു ചുറ്റി പൊതിഞ്ഞു വച്ച്. നിഴലത്തുണക്കിയൊരുടൽ ചുള്ളി ഇഴയറ്റ നനമുണ്ടു ചുറ്റി പൊതിഞ്ഞു വച്ച്. രാപ്പകലുകൾക്കിടയിൽ ഈ കരിയടുപ്പിലെ തീപ്പുകയിലെന്നെ കുതിർത്തു വയ്ക്കുന്നു ഞാൻ. തീപ്പുകയിലെന്നെ കുതിർത്തു വയ്ക്കുന്നു ഞാൻ. സൂര്യ, ഞാൻ പാതിവെന്തോരന്നമാകുന്നു. പാരണ ലഭിക്കാത്ത പാഴ്നൊയമ്പാകുന്നു. സൂര്യ, ഞാൻ പാതിവെന്തോരന്നമാകുന്നു. പാരണ ലഭിക്കാത്ത പാഴ്നൊയമ്പാകുന്നു. കന്നിയിൽ വാടുന്ന തൂഷനിലയാകുന്നു. നിന്റെ ദുർനീതിക്ക് നിത്യബലിയാകുന്നു. എണ്ണ പറ്റിപ്പോയൊരോർമ്മയിൽ നീറുന്ന കണ്ണുനീർനാളമായി അച്ഛനുണ്ട്. എണ്ണ പറ്റിപ്പോയൊരോർമ്മയിൽ നീറുന്ന കണ്ണുനീർനാളമായ അച്ഛനുണ്ട്. വെണ്ണീറു തൊട്ട തളർജന്മമേ കുരുടിച്ച വെള്ളില തുളസിയായി അമ്മയുണ്ട്. വെണ്ണീറു തൊട്ട തളർജന്മമേ കുരുടിച്ച വെള്ളില തുളസിയായി അമ്മയുണ്ട്. നൊന്തും തിളച്ചുമീ സ്വന്തങ്ങൾ വെച്ചു ഞാൻ തർപ്പണം ചെയ്യുന്നു സൂര്യ. നൊന്തും തിളച്ചുമീ സ്വന്തങ്ങൾ വെച്ച് ഞാൻ തർപ്പണം ചെയ്യുന്നു സൂര്യ. ചുറ്റും ചിലമ്പും ചുനച്ചിന്തുമായി പണ്ട് പറ്റടികൾ വെച്ചൊരു വിഷുപ്പുലരിയിൽ ഒട്ടുരുളിയായി തിളങ്ങിയതും എൻ കണിക്കൂട്ടിനു വെളിച്ചം തളിച്ചതും സൂര്യ നീ. കൊച്ചിരുൾ തിളക്കിയൻ മുത്തശ്ശി, കൊച്ചിരുൾ തിളക്കിയൻ മുത്തശ്ശി. മക്കളെ, പ്രാചീന മർത്യ സമത്വം വിഷുക്കണി എല്ലാ ദിനരാത്രവും സമമായി വരും. അല്ലുകൾ ചിത്തിര പൂർണിമയായി വരും. എല്ലാ ദിനരാത്രവും സമമായി വരും. അല്ലുകൾ ചിത്തിര പൂർണിമയായി വരും. ഭൂതതമസ്സു കടഞ്ഞു കടഞ്ഞെഴും ആദിത്യകുംഭം അമൃതവുമായി വരും. പത്താമുദയത്തിൽ ഉച്ചസൂര്യജ്ഞാനശക്തിയിൽ ലോകപ്രതിഷ്ഠയൊന്നായി വരും. അന്നു തൊട്ട് ഏതു നക്ഷത്രത്തിനും സുഖ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിയുണ്ടായി വരും. അന്നു തൊട്ട് ഏതു നക്ഷത്രത്തിനും സുഖ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിയുണ്ടായി വരും. പൊങ്കാലയായി മണ്ണൊരുങ്ങുമ്പോൾ ആദിത്യ മംഗളാനുഗ്രഹം നാരിക്കു കൈവരും. വിഷുഫലമെനിക്കായിരുന്നില്ല, വിഷുഫലമെനിക്കായിരുന്നില്ല. ഞാൻ കണ്ട നിഴലെന്റെ നക്ഷത്രമായിരുന്നില്ല. അയന സംക്രാന്തികൾക്കിപ്പുറം സൂര്യ നിൻ മനുനീതി എന്തായിരുന്നു? അയന സംക്രാന്തികൾക്കിപ്പുറം സൂര്യ നിൻ മനുനീതി എന്തായിരുന്നു? എന്റെ കൗമാര പുലർച്ചയിൽ നീ സ്വപ്ന സിന്ദൂര മധുരങ്ങൾ തന്നു. എന്റെ ഋതുസോമ തീർത്ഥങ്ങളെ ഒരാനന്ദ ബിന്ദുവിൽ ഒളിപ്പിച്ചിരുന്നു. എന്റെ കൗമാര പുലർച്ചയിൽ നീ സ്വപ്ന സിന്ദൂര മധുരങ്ങൾ തന്നു. എന്റെ ഋതുസോമ തീർത്ഥങ്ങളെ ഒരാനന്ദ ബിന്ദുവിൽ ഒളിപ്പിച്ചിരുന്നു. തളിരായി തുടുത്തതും നീയാണ്, ഗൂഢമൊരു കുളിരീണമായതും നീയാണ്.
കണ്ടറിയുമറിവുകൾക്കപ്പുറത്തൊരു പകലിനായി ധ്യാന നിറയിൽ നിറന്ന നിറമേഴിലും നീയാണ്. പ്രണയമഴ തൻ അശ്രുതാനന്ദഗീതമായി നിനവുകളിലൂറിപ്പടർന്നതും നീയാണ്. പ്രണയമഴ തൻ അശ്രുതാനന്ദഗീതമായി നിനവുകളിൽ ഊറിപ്പടർന്നതും നീയാണ്. തീമിഴിച്ചില്ലെറിഞ്ഞുടലിനെ മുറിച്ചതും ചുറ്റഴിക്കെട്ടുകളിൽ അള തറച്ചിട്ടതും, തീമിഴിച്ചില്ലെറിഞ്ഞുടലിനെ മുറിച്ചതും ചുറ്റഴിക്കെട്ടുകളിൽ അള തറച്ചിട്ടതും, പച്ചയും നീരും നിലാവും കവർന്നതും ഉച്ചഗർവത്തിൻ കൊടും കാടണച്ചതും ക്രൂരകാരുണ്യം പകർന്നതും നീയാണ് സൂര്യ. ക്രൂരകാരുണ്യം പകർന്നതും നീയാണ് സൂര്യ. നിനക്കെന്തു നീതി സൂര്യ, നിനക്കെന്തു നീതി. കുറ ചൊല്ലി അകലുന്ന മേഘങ്ങളിൽ നിന്ന് നിറകണ്ണു വെട്ടിത്തിരിച്ചു നിൽക്കുമ്പോഴും, കുറ ചൊല്ലി അകലുന്ന മേഘങ്ങളിൽ നിന്ന് നിറകണ്ണു വെട്ടിത്തിരിച്ചു നിൽക്കുമ്പോഴും, ഋതുപീഡകൾക്കു കീഴമരാതെ ഇതളിലൊരു കൊതിമുള്ളു വീഴാതെ ഒതുങ്ങി വാഴുമ്പോഴും, അയലത്തു ഗന്ധർവമകുടികൾ മൂളിയാൽ നാഗഭണമുലയാതെ നിധി കാത്തിടുമ്പോഴും, മൊഴിയടക്കം മിഴിയടക്കം വഴിക്കരുതൽ നിലതെറ്റാത്ത മൊഴി ഒതുക്കം മാനമെന്ന രണ്ടക്ഷരം പൊരുളായി പൊതിഞ്ഞു സൂക്ഷിക്കുമ്പോഴും, ചുറ്റുമിരുളുന്ന ദിക്കുകൾ പേടിയേറ്റുമ്പോഴും, ചുറ്റും ഇരുളുന്ന ദിക്കുകൾ പേടിയേറ്റുമ്പോഴും, കാലമുദയം കൊണ്ടു താഴുമുടലിൻ ചക്രവാളത്തുടുപ്പുകൾ ചുളിഞ്ഞു മങ്ങുമ്പോഴും, കാലം ഉദയം കൊണ്ടു താഴുമുടലിൻ ചക്രവാളത്തുടുപ്പുകൾ ചുളിഞ്ഞു മങ്ങുമ്പോഴും, ഉള്ളിൽ ഞാൻ പതിവച്ച പിച്ചകം എരുക്കിന്റെ പൊള്ളുന്ന കറയിൽ പിടഞ്ഞ് കരിയുമ്പോഴും, ഉള്ളിൽ ഞാൻ പതിവച്ച പിച്ചകം എരുക്കിന്റെ പൊള്ളുന്ന കറയിൽ പിടഞ്ഞു കരിയുമ്പോഴും, രക്തം ത്രസിക്കും വിരൽത്തുമ്പിനാൽ എന്നിൽ അർത്ഥം വിതയ്ക്കാൻ ഒരാൾ വരും വരുമെന്നു തിങ്കളൊടു മറുതിങ്കൾ നോറ്റു ഞാൻ. പിന്നെ ആ തിങ്കൾ കറുപ്പും വെളുപ്പും മറന്നു ഞാൻ. ആ തിങ്കൾ കറുപ്പും വെളുപ്പും മറന്നു ഞാൻ. സൂര്യ, ഞാൻ പാകമായോരന്നമാകുന്നു. സൂര്യ, ഞാൻ പാകമായോരന്നമാകുന്നു. സൂര്യ, ഞാൻ നിന്റെ മുറിവും നോവുമാകുന്നു. നീ എന്നിലേറ്റിയ നിഴൽക്കെട്ടുകൾ നിന്റെ മാറിൽ ഞാൻ ചാർത്തിത്തരുന്നു. നീ എന്നിലേറ്റിയ നിഴൽക്കെട്ടുകൾ നിന്റെ മാറിൽ ഞാൻ ചാർത്തിത്തരുന്നു. നീ എന്നിലിറ്റിയ പുലർക്കിനാവും തുള്ളിനീരും നിനക്കായി തരുന്നു. നീ എന്നിലിറ്റിയ പുലർക്കിനാവും തുള്ളിനീരും നിനക്കായി തരുന്നു. തീരങ്ങളില്ലാതെരിഞ്ഞു പൂക്കുന്നൊരീ ചോര ഞാൻ ഊറ്റിത്തരുന്നു. തീരങ്ങളില്ലാതെരിഞ്ഞു പൂക്കുന്നൊരീ ചോര ഞാൻ ഊറ്റിത്തരുന്നു. ജീർണമാം നിന്നിലെ വറച്ചാണകത്തിൽ എൻ ജ്വരമെഴിത്തിരികളെറിയുന്നു. ജീർണമാം നിന്നിലെ വറച്ചാണകത്തിൽ എൻ ജ്വരമെഴിത്തിരികളെറിയുന്നു. എനിക്ക് തോന്നുന്നു ഈ കാവ്യ സംഗമം ഇവിടെ അവസാനിക്കുകയാണെന്ന്. എല്ലാ നന്മകൾക്കും നന്ദി, നമസ്കാരം.
to say. There's endless possibility in the moves we can make. Your kiss is giving every indication. If this heart of mine is right, by the time this night is over, the stars are gonna shine to lovers in love. And when the morning comes, it's gonna find us together in a love that's just begun. By the time this night is over, two hearts are gonna fly to the heavens above, and we get closer and closer and closer. By the time this night is over, let's take a slow and easy ride. Just lay back, let love take us over. There's magic here with you and I, and it's gonna take us all the way. Let's find some kind of deeper conversation. Darling, if it's right, by the time this night is over, the stars are gonna shine to lovers in love. പ്രിയമുള്ളവരെ, 2 ദിവസമായി നടന്നുവരുന്ന കറന്റ് ബുക്സ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇന്ന് മലയാളിക്ക് മറക്കാനാവാത്ത നാമമാണ് കറന്റ് ബുക്സും DC ബുക്സും. കേരളത്തിൻ്റെ അക്ഷരനിറവായ കറന്റ് ബുക്സും അക്ഷരമന്ത്രമായ DC ബുക്സും ചേർന്ന് കേരളത്തിലെ പുസ്തക പ്രേമികളുടെ ഹൃദയം പിടിച്ചടക്കിക്കൊണ്ട് 50 വർഷത്തെ സേവനം സാർത്ഥകമാക്കുന്ന സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. സാഹിത്യത്തിലെ പുതുനാമ്പുകളെ കണ്ടെത്തി മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കറന്റ് ബുക്സ് ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ ഭൂരിപക്ഷവും കറന്റ് ബുക്സ് തെളിച്ച പാതയിലൂടെ നടന്നു കയറിയവരാണ്. ഇന്ത്യൻ പുസ്തക പ്രസാധന രംഗത്തെ കുലപതിയായിരുന്ന ശ്രീ DC കിഴക്കേമുറിയെ 1977 കറന്റ് ബുക്സിന്റെ സാരഥ്യം ശ്രീ തോമസ് മുണ്ടശ്ശേരി ഏൽപ്പിക്കുകയായിരുന്നു. ലോകമെമ്പാടും അറിയപ്പെട്ട സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കെട്ടിപ്പടുക്കുകയും അവിടെ നിന്ന് വിരമിച്ച ശേഷം DC ബുക്സ് എന്ന മഹാപ്രസ്ഥാനം വളർത്തിക്കൊണ്ട് DC കിഴക്കേമുറി ഒരു പുരുഷായുസ് മുഴുവൻ പുസ്തകങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ചു. പുസ്തക പ്രസാധന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന് ഇന്ത്യയിൽ ആദ്യമായി പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ച DC-യുടെ വാത്സല്യപൂർവമായ പ്രോത്സാഹനം കൊണ്ട് ഈ സ്ഥാപനം വളർന്നു പന്തലിച്ചു. പുസ്തക പ്രസാധന രംഗത്ത് ഇന്ത്യയിൽ ആദ്യമായി പ്രസാധന മികവിനും ഉപഭോക്തൃ സേവനത്തിനും അന്താരാഷ്ട്ര ഗുണനിലവാര അംഗീകാരമായ ISO 9002 എന്ന സർട്ടിഫിക്കറ്റ് നേടി. കൂട്ടായ്മയും സാങ്കേതിക മികവും സാമൂഹിക പ്രതിബദ്ധതയും ലഭ്യമാക്കുന്ന ഉന്നത ഗുണനിലവാരത്തിലൂടെ ഉപഭോക്താവിൻ്റെ സംതൃപ്തിയും യശസ്സും വർദ്ധിപ്പിക്കുക എന്നതാണ് കറന്റ് ബുക്സിന്റെ ഗുണമേന്മാവാക്യം. സാഹിത്യകാരന്മാരുടെയും പുസ്തക പ്രേമികളുടെയും ഉറ്റമിത്രമായ കറന്റ് ബുക്സ് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചു കയറിക്കൊണ്ട് 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ കലാ, സാഹിത്യ, സാംസ്കാരിക, സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രശസ്തർ ആശംസകളും അനുഗ്രഹാശിസുകളും ചൊരിയുകയാണ് ഈ സമ്മേളനത്തിൽ.
ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഡോക്ടർ സുകുമാരേക്കർ, അധ്യക്ഷൻ ശ്രീ ടി പത്മനാഭൻ, ശ്രീ തരുൺ തേജ്പാൽ, ശ്രീ എൻ പി മുഹമ്മദ്, ശ്രീ എം എം ബഷീർ, ശ്രീമതി പി വത്സല, ശ്രീ എൻ ഗോപാലകൃഷ്ണൻ, ശ്രീ കണ്ണൻകുട്ടി, ശ്രീ ശ്രീകുമാർ, സദസ്സിലുള്ള സഹൃദയരെ സുഹൃത്തുക്കളെ, കറണ്ട് ബുക്സ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ഇന്ന് അത്യധികം ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നലെ ആരംഭിച്ച പ്രഥമ ജൂബിലി സമ്മേളനം വള്ളത്തോള സ്മരണം തുടങ്ങി ഇന്ന് ഇതുവരെ നടന്ന എല്ലാ പരിപാടികളും ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 1952 ജൂൺ 2 ആരംഭിച്ച കറണ്ട് ബുക്സ് ഡി സി ബുക്സുമായി സഹകരിച്ച് 30 ശാഖകളും 55 ഏജൻസികളുമായി ഇന്ന് കേരളത്തിലെ പുസ്തക വിൽപ്പനയുടെ 70% നടത്തി വരുന്നു. തോമസ് മുണ്ടശ്ശേരി ആരംഭിച്ച ഈ സ്ഥാപനം 25 വർഷങ്ങൾക്ക് ശേഷം 1977 ഡി സി കിഴക്കം ഏറ്റെടുക്കുകയും ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണ വിതരണ ശൃംഖലയായി മാറുകയും ചെയ്തു. പുസ്തക പ്രസാധന വിതരണ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച സ്ഥാപനം ഡി സി ബുക്സ്, കറണ്ട് ബുക്സ് പ്രസ്ഥാനങ്ങളാണ്. എഴുത്തിനെയും വായനയും എന്നും ഗൗരവമായി വീക്ഷിക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾ പുതിയ എഴുത്തുകാരെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സർവോപരി വായനയിൽ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നു. ജൂബിലി വർഷത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2001 ഏപ്രിൽ 29 8 നവാഗതരായ എഴുത്തുകാരുടെ നോവലുകൾ കറണ്ട് ബുക്സ് പ്രകാശിപ്പിക്കുകയുണ്ടായി. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നോവൽ മത്സരം വളരെ നല്ല പ്രതികരണമാണ് ഉളവാക്കിയത്. കൂടാതെ ഇന്നിവിടെ നവാഗതരായ 6 കഥാകൃത്തുക്കളുടെ കഥകളും സുവർണ ജൂബിലി അവാർഡിന് അർഹമായ കൃതികളും പ്രകാശിപ്പിക്കുന്നു. കറണ്ട് ബുക്സിൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള ഉത്തേജക ശക്തി വായനക്കാരും എഴുത്തുകാരും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുമാണെന്ന് എനിക്കറിയാം. നന്ദി പ്രകാശിപ്പിച്ച് ഊഷ്മളവും സാദരവുമായ ആ ബന്ധത്തെ കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇന്നിവിടെ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായ ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മലയാളത്തിൻ്റെ കഥാകൃത്ത് ശ്രീ ടി പത്മനാഭനാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്ന ലോകപ്രശസ്ത മാധ്യമ പ്രവർത്തകനും പുസ്തക പ്രസാധകനും കൂടിയായ തരുൺ തേജ്പാലാണ്. തരുൺ, CEO of Telka.com, is of course a celebrity, but he is also a close friend of mine and a fellow publisher. He has taken a lot of pain to be here. Tarun definitely will deliver his keynote address on the subject is in fact Tehelka, media, fascism, the challenge before Indian democracy. I'm sure all of you are eagerly waiting for his address. And on behalf of all of you, let me welcome to God's own country and of course to this gathering. Tarun, we welcome you. ഇന്നിവിടെ പുരസ്കാരദാനം നിർവഹിക്കാമെന്നായിട്ടിരിക്കുന്ന ശ്രീ സക്രിയാണ്. അദ്ദേഹം കാഞ്ഞങ്ങാട് ഒരു പരിപാടിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഹോട്ടൽ മുറി വരെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങളിൽ സക്രിയ ഇവിടെ സന്നിധനാവും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയ 6 കഥാസമാഹാരങ്ങളും അവാർഡ് നോവലുകളും പ്രകാശിപ്പിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും കോഴിക്കോടിൻ്റെ പുത്രനുമായ ശ്രീ എൻ പി മുഹമ്മദാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ആശംസ നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രശസ്തരായ ഗ്രന്ഥകർത്താക്കളും സുഹൃത്തുക്കളുമായ ശ്രീമതി പി വത്സല, ഡോക്ടർ എം എം ബഷീർ, ശ്രീ എൻ ഗോപാലകൃഷ്ണൻ എന്നിവരാണ്. അവരെ ഈ വേദിയിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഇതുപോലെ തന്നെ ചുള്ളിക്കാട് സ്ഥലത്തുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ഡോക്ടർ കുഞ്ഞബ്ദുള്ള വഴി മധ്യയാണ് കാഞ്ഞങ്ങാട് എന്നുള്ള പ്രോഗ്രാമിന് ശേഷം. അവരുടെ അസാന്നിധ്യത്തിൽ അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ജേതാക്കളായ ശ്രീ കണ്ണൻകുട്ടി, ശ്രീ ശ്രീകുമാർ എന്നിവരുടെ സന്നിധാനമായിട്ട് അവരെ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് പ്രകാശിപ്പിക്കുന്ന 6 കഥകളുടെ കഥാകൃത്തുക്കൾ
ഒട്ടുമിക്കവരും ഇവിടെ സന്നിധരായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നിങ്ങളുടെ എല്ലാ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നലെയും ഇന്നുമായി ഒട്ടനവധി സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, സദസ്സിലുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ സദസ്സിൽ തന്നെയുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഞങ്ങൾക്ക് എന്നും പ്രോത്സാഹനമായി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം ചെയ്യുന്നു. അനീതിയോട് ഒരിക്കലും അനുരഞ്ജനത്തിന് തയ്യാറാകാത്ത സുമനസ്സും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ നിത്യപ്രകാശവുമായി നമ്മോടൊപ്പമുള്ള ഉജ്ജ്വല വാഗ്മിയും നമുക്കെല്ലാം പ്രിയങ്കരനുമായ പ്രൊഫസർ സുകുമാർ അഴീക്കോടാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പ്രൊഫസർ സുകുമാർ അഴീക്കോടിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കോട്ടയത്തെ കറണ്ട് ബുക്സിൻ്റെ ഈ ജൂബിലി സമ്മേളനത്തിൻ്റെ സമാപന പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ടി പത്മനാഭനും യോഗത്തിൽ പങ്കെടുക്കുന്ന അന്യഭാഷാ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ തരുൺ ദേശ്പാലിനും നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റും എൻ്റെ വളരെ ആപ്തനായ സുഹൃത്തുമായ ശ്രീ എം പി മുഹമ്മദിനും ഇവിടെ ആശംസാ പ്രഭാഷണങ്ങൾക്കും മറ്റും എത്തിച്ചേർന്ന എൻ്റെ മിത്രങ്ങളായ ഡോക്ടർ ബഷീറിനും ശ്രീമതി വത്സലയ്ക്കും ശ്രീ ഗോപാലകൃഷ്ണനും പുരസ്കാരം നേടിയ പുതിയ സുഹൃത്തുക്കളായ ശ്രീ ശ്രീകുമാറിനും ശ്രീ കണ്ണൻകുട്ടിക്കും വേദിയിലുള്ള ഈ കറണ്ട് ബുക്സിൻ്റെ ഡി സി ബുക്സിൻ്റെ ഇപ്പോഴത്തെ സാരഥ്യം വഹിക്കുന്ന ഡി സിയുടെ പുത്രൻ ശ്രീ രവിക്കും ബാക്കി വേദിയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും കോഴിക്കോട്ടെ എൻ്റെ ഇഷ്ടജനങ്ങളും അത്ര ഇഷ്ടപ്പെടാത്ത ജനങ്ങളും എല്ലാം അടങ്ങിയ ഈ മിശ്ര സദസ്സിനും എൻ്റെ സ്നേഹപൂർവമായ വന്ദനം. ഇത് സത്യത്തിൽ ഇതാണ് യഥാർത്ഥമായ ഒരു സാഹിത്യ സമ്മേളനം. കാരണം വായനക്കാരൻ്റെ അടുത്ത് സാഹിത്യത്തെ എത്തിക്കുന്നതാണ് സാഹിത്യത്തിലെ രണ്ടാമത്തെ സൃഷ്ടിപരമായ കടമ എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തേതെന്ന് പറഞ്ഞെങ്കിലും പ്രാധാന്യത്തിൽ അത് ഒന്നാമത്തേതിനെ തോൽപ്പിക്കുന്ന ഒരു സൃഷ്ടിപര കൃത്യമല്ലയോ എന്ന സന്ദേഹവുമുണ്ട്. എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് സമുദായത്തിൽ നേരെ എത്തുന്നില്ല. പണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മറ്റും അത് എത്തിച്ചിരുന്നു. വാൽമീകിയുടെ രാമായണം ഇന്ത്യയിൽ ഉടനീളം എത്തിയത് പ്രസാധന
സാങ്കേതിക വിദ്യയെ അധികം ആശ്രയിക്കാതെയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രസാധനത്തിൻ്റെ സാങ്കേതികത്വത്തെ ശരണം ആക്കാതെ ഒരു പുസ്തകത്തിനും ഇവിടെ വായനക്കാരൻ്റെ അടുത്ത് എത്താൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ സൃഷ്ടികർമ്മത്തിലെ മിഡ്വൈഫറി എന്ന ഒരു തൊഴിലാണ് ഈ പ്രസാധനത്തിന് കിട്ടിയിട്ടുള്ളത്. അത് സൃഷ്ടികർമ്മത്തിൻ്റെ സഫലതയുടെ ആദ്യത്തെ പ്രഖ്യാപനമാണത്. വായനക്കാരൻ്റെ അടുത്ത് പുസ്തകം എത്തുമ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു പ്രണയകഥ ഒരു പൂർത്തിയാകുന്നു. പിന്നീട് ഈ പ്രണയകഥയുടെ അനന്ത സാഫല്യങ്ങളും സാധ്യതകളുടെയും യുഗമാണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇവിടെ DC ബുക്സിനോട് അനുബന്ധിച്ച് വളർന്ന കറൻ ബുക്സിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നത്. കേരളീയർക്ക് വളരെ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണ്, ഒരു സംഭവമാണ് ഈ നടക്കുന്നത്. എഴുത്തുകാരൻ തൻ്റെ സൃഷ്ടി നിർവഹിക്കുന്നത് വളരെയേറെ ആത്മവേദന അനുഭവിച്ചുകൊണ്ടാണ്. ആത്മവേദനയുടെ ഒരു പരിഹാരമാണ് വായനക്കാരൻ്റെ അടുത്തിലെത്തുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടികർമ്മത്തിൻ്റെ എല്ലാ വേദനകളെയും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ആനന്ദത്തിൻ്റെ ഒരു ഋതുഭേദത്തെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പ്രസാധകർ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ അത് ആദ്യകാലങ്ങളിലൊക്കെ എഴുത്തുകാരൻ്റെ രണ്ടാമത്തെ വേദനയുടെ കഥയായിരുന്നു. ആദ്യത്തേത് ആത്മവേദനയും രണ്ടാമത്തേത് പരകീയ വേദനയും, മറ്റുള്ളവരെ ഏൽപ്പിച്ച വേദന. നമ്മുടെ കുഞ്ഞിരാമൻ നായരൊക്കെ കവിത എഴുതിയിട്ട് എങ്ങനെയാണ് അതുകൊണ്ട് കാശ് സമ്പാദിച്ചത് എന്നുള്ള കഥ ആലോചിക്കുമ്പോൾ നാം വിഷമിച്ചു പോകും. ശ്രീരാമചരിതത്തിൻ്റെ പകർപ്പവകാശം 10 രൂപയിൽ താഴെയാണ് അദ്ദേഹം കൊടുത്തത്. ഇന്നാകട്ടെ അതിലെ ഒന്നാമത്തെ പ്രണാമപദ്യം പോലും അക്ഷരലക്ഷത്തിന് അർത്ഥമായ ഒരു രചനയാണെന്ന് സഹൃദയർ വിലയിരുത്തി കഴിഞ്ഞതാണ്. അന്ന് അദ്ദേഹം ഇത് ഉടനീളം ആകെ കൊടുത്തത് തുച്ഛമായ ഒരു ഇതിനാണ്. ആ വേദന ഇവിടെ കോഴിക്കോട് വന്നിട്ട് കാഞ്ഞങ്ങാട്ടേക്ക് പോകാനുള്ള തീവണ്ടി കൂലിക്ക് കൃതികളുടെ പകർപ്പവകാശം വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എൻ്റെ തന്നെ ഒരു കഥ പറഞ്ഞാൽ, ഞാൻ താരതമ്യേന ഒരു അർവാഞ്ചലിൻ യുഗത്തിൽ എഴുത്തിലേക്ക് കടന്നു വന്ന ആളാണ്. എൻ്റെ ആദ്യത്തെ കൃതിയായ ആശാൻ്റെ സീതാകാലം കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയത് രമണൻ്റെ ഒരു പഠനമായിരുന്നു. അപ്പോൾ അതിന് ഒന്നാമത്തേത് PK ബ്രദേഴ്സാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് കണ്ണൂരിൽ തന്നെയുള്ള ഒരു അപ്രസിദ്ധ പ്രസാധകർക്ക് അത് കൊടുത്തു. അവർക്ക് വലിയ ഒരു പ്രസാധന യന്ത്ര സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു. അച്ഛനുമായിട്ടൊരു ചെറിയ ബന്ധം. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ സമ്പൂർണമായ കോപ്പിറൈറ്റ് അന്ന് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതിൻ്റെ പൂർണ്ണമായ കോപ്പിറൈറ്റാണ് ഈ പ്രസാധകർക്ക് കൊടുത്തത്. 750 രൂപയ്ക്ക് പൂർണ്ണമായ കോപ്പിറൈറ്റ് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപക്ഷെ 1000 രൂപയായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. അത്രയും പഴയ കാലത്തെ കഥയാണ്. ഇപ്പോഴാകട്ടെ രമണനും മലയാള കൃതി എവിടെയും കിട്ടാനില്ല. അവർ ആകെ ഛിന്ന ഭിന്നമായി ആരെയാണ് സമീപിക്കേണ്ടത് എന്നറിഞ്ഞുകൂടാ. ഈ സംഗതിയിലും ഒരു ആശ്വാസത്തിൻ്റെ നേതൃത്വം എനിക്ക് നൽകിയത് DC-യാണ്, ജലീലിയാണ്. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് ഇനി അത് ഇതിൻ്റെ അവകാശികളെ കണ്ടുപിടിച്ചിട്ട് പ്രസിദ്ധീകരിക്കാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു നിലയിൽ നമ്മളൊരു പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചു വരികയാണ്. അതെല്ലാം അവസാനിച്ചു കൊണ്ടൊരു നവയുഗം ഇപ്പോൾ എത്തിയതായിട്ട് തോന്നുന്നു. പക്ഷേ എൻ്റെയോ ഇവിടെ ഇരിക്കുന്ന പത്മനാഭൻ്റെയോ സക്കേറിയുടെയോ MP-യുടെയോ യാഥാസ്ഥ വെച്ചിട്ട് ഇന്നത്തെ എഴുത്തുകാരുടെ സുഖദുഃഖങ്ങളെ പറ്റി പറഞ്ഞ് തീരുമാനിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ കുറേ മൂത്ത എഴുത്തുകാരായതുകൊണ്ട് മാർക്കറ്റിൽ ഞങ്ങളുടേത് മിക്കവാറും ഒരു സെല്ലേഴ്സ് മാർക്കറ്റാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞങ്ങളുടെ പുസ്തകങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അവർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ പുതിയ എഴുത്തുകാരുടെ സ്ഥിതിയാവില്ല. അവർ മാത്സര്യത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ചുമലോട് ചുമൽ ചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് അവർ കിടക്കുന്നത്.
അപ്പോൾ അവർക്ക് വേറൊന്ന് തങ്ങൾ ആദ്യമായി എഴുതിയ കൃതി എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു പ്രഥമ ആവിഷ്കരണ വികാരമുണ്ടല്ലോ, അതിനെ പല പ്രസാധകർക്കും മുതലെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ അത് ബയേഴ്സ് മാർക്കറ്റായിട്ട് മാറുന്നു. സെല്ലർക്ക് അവിടെ അധികം വോയിസ് ഇല്ല. വാങ്ങുന്നവനാണ് മാർക്കറ്റിൻ്റെ വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിലും ഒരു സാമാന്യമായ നീതിയും എഴുത്തുകാരോടുള്ള ഒരു സഹാനുഭൂതിയും പ്രദർശിപ്പിക്കുന്ന സ്വകാര്യ പ്രസാധകരുടെ ഇടയിൽ അഗ്രിമസ്ഥാനം വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് DC-യുള്ളത്. ഞാൻ അതിനെ ഒരു വ്യവസായശാലയായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ഇതായിട്ടോ പറയാതെ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്ഥാപകൻ DC കിഴക്കേ മുറിയാണ്. അദ്ദേഹം ഒരു നാനാശാഖകളോടുകൂടിയ ഒരു മഹാവൃക്ഷത്തെ പോലെ തൻ്റെ ജീവിതകാലത്ത് അനേകം ജീവജാലങ്ങൾക്ക് തണലും അതുപോലെ തന്നെ ഉപജീവന സൗഖ്യവും എല്ലാം നേടിക്കൊണ്ട് നിലനിന്ന ഒരു വലിയ ഒരു വടവൃക്ഷം പോലുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു അദ്ദേഹത്തെ നാം ഇപ്പോൾ പറഞ്ഞു വെറും പ്രസാധകനാക്കിയിരിക്കുകയാണ്. ഞാനിവിടെ അദ്ദേഹത്തോടുള്ള എൻ്റെ വലിയ സ്നേഹവും കടപ്പാടും വ്യക്തമാക്കുവാൻ യഥാർത്ഥ DC-യെ ചെറുതായിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. DC കിഴക്കേ മുറിയുടെ DC ബുക്സ് ഇവിടുത്തെ പ്രസാധന സാമ്രാജ്യത്തിലെ ഒരു വലിയ ഒരു ഭൂവിഭാഗമായിട്ട് തീരുവാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വിശാലതയായിരുന്നു. അദ്ദേഹം പ്രസാധകനായിട്ട് വന്ന് ആ പ്രസാധകത്വത്തിൽ അദ്ദേഹം ചുരുങ്ങി നിന്നിരുന്നതെങ്കിൽ അദ്ദേഹം പ്രസാധന രംഗത്തെ ഒരു അധികാരനാവില്ലായിരുന്നു. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു പ്രൊഫഷനിൽ ജയിക്കണമെങ്കിൽ പ്രൊഫഷനെ ജയിച്ചേ തീരും. പ്രൊഫഷനെ ജയിച്ചാലേ പ്രൊഫഷനിൽ ജയിക്കാൻ സാധിക്കുള്ളൂ. പ്രൊഫഷനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ പ്രൊഫഷനെ തോൽപ്പിക്കുക എന്നാണ് അർത്ഥം. പ്രൊഫഷൻ്റെ പരിമിതികളെ ലംഘിക്കുക. എല്ലാ തൊഴിലിലും ഇത് ബാധകമാണ്. ഒരു തൊഴിലിൽ മാത്രം ജീവിക്കുന്ന ആൾ തൊഴിലിൻ്റെ അടിമയായി മാറുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു സങ്കോചം വരുന്നു. DC ഒരു പ്രസാധകൻ എന്ന നിലയ്ക്ക് തൻ്റെ മുഴുവൻ ഇന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഉപയോഗിച്ച് വ്യക്തിയാണ്. അദ്ദേഹത്തെ നാം ഇപ്പോൾ പ്രസാധക സാമ്രാജ്യത്തിലെ ഒരു ചക്രവർത്തിയായിട്ട് കാണുന്നു. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ പ്രസാധന ചരിത്രത്തിലെ ഒരു അത്ഭുതാവഹമായ പ്രതിഭാസമാണ്. ഞാൻ ഡൽഹിയിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്ന കാലത്താണ് ഈ കോട്ടയത്തെ ഈ കേരളീയൻ്റെ പ്രശസ്തി, ഇവിടുത്തെ പല എഴുത്തുകാരുടെയും പ്രശസ്തി എത്തിയതിനപ്പുറത്ത് എത്തിയ ഒരു പ്രസാധകനായിട്ട് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇവിടുത്തെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് പബ്ലിഷേഴ്സിൻ്റെ സമ്മാനത്തിന് പലതവണ അർഹനായി. ഞങ്ങൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് തന്നെ ഒരു സമ്മാനം കൊടുക്കണമെന്ന് വിചാരിച്ചത് എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഞാനുള്ള കാലത്ത് അത് സഫലമാകാതെ വന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പെരുമ എനിക്ക് അന്നേ അറിയാമായിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തെ നാം കാണുന്നതിലേറെ ഔന്നത്യത്തിൽ ഇന്ത്യയിൽ മറ്റ് ഭാഷാ സാഹിത്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ പ്രകീർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു അഭിമാനമെന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു സങ്കുചിതത്വത്തെ അതിലംഘിക്കുന്ന ഒരു സാമൂഹികമായ ഒരു ആഹ്ലാദ പ്രകടനമാണ്. സാധാരണയായിട്ട് നമുക്ക് അത് വിധിക്കപ്പെടാത്ത ഒരു ഭാഗ്യമാണ്. അത് ഇദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നു. അദ്ദേഹം ഇത്തരത്തിൽ വലിയ ആളാകുവാൻ കാരണം അക്കാലത്ത് ഏത് എഴുത്തുകാരനോടൊപ്പം സമശീർഷനായി നിൽക്കാൻ DC-ക്ക് സാധിച്ചിരുന്നു. DC ഒരു ഇവിടുത്തെ മഹാകവികളായാലും വലിയ വിമർശകരായാലും DC അവരുടെ മുമ്പിൽ തുല്യാസനസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ന്യൂനതയില്ലായിരുന്നു. അതായിരുന്നു DC. അദ്ദേഹത്തിൻ്റെ ആ ആകൃതി തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വലുപ്പത്തിൻ്റെ പ്രതിരൂപമോ അതിൻ്റെ ഒരു മൂർത്തിമദ്ഭാവമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രൂപമാണ്. ആകാരസദൃശമായ പ്രജ്ഞയോടുകൂടെ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസാധന വൈഭവത്തെ, അദ്ദേഹത്തിൻ്റെ അപാരമായ അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയെ മറ്റ് രംഗങ്ങളിലും വ്യാപരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസാധന കലയ്ക്ക് അദ്ദേഹം കൂടുതൽ പോഷണം കൊടുക്കുകയാണ് ചെയ്തത്.
അന്യ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചത് പ്രസാധന കലയ്ക്ക് മന്ദീഭാവം ഉണ്ടാക്കിയില്ല, അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളുടെ രംഗം വിട്ടൊന്ന് മാറിപ്പോയാൽ അത് രംഗത്തിനെ അപമാനിച്ചു കളയുന്നു. മനുഷ്യ മനസ്സിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിനുള്ള ഒരു സമഗ്രതയുണ്ട്. അതിൻ്റെ വിജയമാണ് DC-യുടേത്. അദ്ദേഹം ഒരു പൊതുകാര്യ വിശകലന സമർത്ഥനായ ഒരു ഉപന്യാസകർത്താവായിരുന്നു. അദ്ദേഹം പ്രസാധന രംഗത്ത് അറിയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ലഘുപന്യാസകാരൻ എന്ന നിലയ്ക്ക് കേരളത്തിൽ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറ്റിച്ചൂൽ എലിവാണെന്നൊക്കെ ഉള്ളത് അദ്ദേഹം അന്ന് ഉപയോഗിച്ച ശൈലിയുടെ ഒരു തീക്ഷ്ണതയും മധുരമയും ഒരുപോലെ കാണിക്കുന്നതാണ്. നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളറകളിലേക്ക്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കണ്ണുപായിച്ച ഒരാളാണ്. ഇന്ന് വളരെ കാലത്തെ സാഹിത്യ പ്രവർത്തനത്തിന് ശേഷം ഞാനും ശ്രീ സക്കേറിയെ പോലുള്ള എഴുത്തുകാരുമൊക്കെ പൊതു ജീവിതത്തിൻ്റെ പല ഇടനാഴികളിലേക്ക് ഇടപെടുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഇടപെടൽ സാഹിത്യത്തിനോടുള്ള ഒരു പ്രണയഭംഗമാണോ എന്ന് പലരും സംശയിക്കാറുണ്ട്. എന്നോട് പറയാറുണ്ട്, ഇതൊക്കെ നിർത്തിയിട്ട് എഴുതിക്കൂടെ എന്ന്. ഞാൻ പറഞ്ഞ് ഇത് ഒരു പുതിയ അവസരമല്ലേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇതിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ആദിമ പ്രോക്താവ് അല്ലെങ്കിൽ പ്രയോക്താവ് DC കിഴക്കേമുറിയാണ്. അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ ശൈലി സവിശേഷമായ ഫലിതമുള്ള ഒരു ശൈലിയായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഫലിത സമ്മിശ്രമായ ലഘുപന്യാസ രീതിയെ പൂർണ്ണ സൗന്ദര്യത്തോടുകൂടി അനുവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോരാൾക്കും ഓരോ രീതി എന്നേ കണക്കാക്കാനുള്ളൂ. അങ്ങനെ പ്രവർത്തിച്ച മനുഷ്യനാണ്. അത് അദ്ദേഹത്തെ ഒരു രചനയിൽ മാത്രമല്ല, അദ്ദേഹം ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നടുക്കളത്തിൽ പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ അദ്ദേഹം കാരാഗൃഹത്തിലും പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആ നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും വളരെ വലുതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് തൻ്റെ അന്തിമ പ്രണയത്തെ പ്രസാധനത്തിന് വേണ്ടി സമർപ്പിച്ചത്. അപ്പം മറ്റൊരു വ്യക്തി ഈ പ്രസാധന രംഗത്ത് വരുന്നത് പോലെയല്ലാതെ അനേക രംഗങ്ങളിൽ വിജയം നേടിയ ഒരു മനുഷ്യൻ ഇവിടെ തൻ്റെ കൊടി ഉയർത്തുവാൻ വേണ്ടി വന്നതാണ്. കേരള നിമിഷം കൊണ്ട് അംഗീകരിക്കുകയുണ്ടായി. ഇതാണ് ഈ DC കിഴക്കേമുറിയുടെ വിജയഗാഥ എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹം വേറെ രംഗങ്ങളിലും പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മിക്കവരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സേനാനിയുടെ ഈ പ്രതിഫലമോ അല്ലെങ്കിൽ സഹായധനമോ വാങ്ങിയിട്ട് ആ പ്രവർത്തനത്തിൻ്റെ അധ്യായങ്ങൾക്ക് അന്തിമ ബിന്ദു കുറിക്കുന്ന ആളുകളാണ്. DC അങ്ങനെയല്ല. സ്വാതന്ത്ര്യം സമ്പാദിച്ചതിന് ശേഷം സ്വാതന്ത്ര്യത്തിന് വന്ന അതിൻ്റെ പ്രകാശഭംഗത്തിന് അദ്ദേഹം കാണുന്നില്ല. ഈ പ്രകാശം മറച്ചു പിടിക്കുന്ന ആസുര ശക്തികൾ എന്തെന്ന് വേർതിരിച്ചറിയുകയും അവരെ ഇവിടെ ജനസമക്ഷം അദ്ദേഹം മറനീക്കി കാണിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം കോട്ടയത്ത് ഒരു വേദി ഉണ്ടാക്കും, അക്രമരഹിത സാംസ്കാരിക വേദി. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് അദ്ദേഹം ഇതിൽ ബന്ധപ്പെട്ടിരുന്നു. അവസാനം DC-യോടുള്ള സ്നേഹം മാത്രം കൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. അദ്ദേഹം അതിന് പേര് മാറ്റാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാനത് നവഭാരത വേദി എന്ന പേരിൽ ആ സംഘടനയ്ക്ക് ഒരു പുതിയ രൂപം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് വെച്ചാൽ ആ പ്രസ്ഥാനത്തെ തുടങ്ങി വെച്ച മനുഷ്യൻ ഞാൻ വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ അധ്യക്ഷനാകാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, അഴീക്കോട് അധ്യക്ഷനായിരിക്കുവാൻ ഞാനിതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആകാം. അദ്ദേഹം പറഞ്ഞു, ചുരുങ്ങിയത് 3 കൊല്ലമെങ്കിലും ഇതിൽ പ്രവർത്തിക്കണം. നവഭാരത വേദി ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ മാർഗവ്യതിയാനങ്ങളോട് കേരളത്തിൻ്റെ ഹൃദയം പ്രതിഷേധിക്കുന്ന ഒന്നാമത്തെ രാഷ്ട്രീയേതരമായ ഒരു മുഖ്യ പ്രസ്ഥാനമായിരുന്നു. അത് ഇന്നും ആളുകൾ മനസ്സിൽ ഓർമ്മിക്കുന്ന ഒരു ഓമന പേരാണ് നവഭാരത വേദി. ഞാൻ അതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ DC കിഴക്കേമുറിയായിരുന്നു. DC കിഴക്കേമുറിയുടെ വ്യക്തിത്വത്തെ കാണിക്കാൻ ഞാൻ ഇതെല്ലാം പറയുകയാണ്. നമ്മൾ അദ്ദേഹത്തെ മറ്റ് പ്രസാധകരിൽ നിന്ന് അദ്ദേഹം അകന്നു നിൽക്കുന്നു. അദ്ദേഹം എഴുത്തുകാരുടെ ചുമലിൽ കൈവയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചുമലിലും വന്ന് വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ നോട്ടം സ്വാതന്ത്ര്യത്തെ ചീത്തയാക്കിയവരെ വിമർശിക്കുന്നവരുടെ അണികളിലേക്ക് ചെന്ന് ചേരുന്നു. അദ്ദേഹം അനേകം ശിരസ്സുകളുള്ള
ഒരു വലിയ പുരാണ നായകനെ പോലെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യവസായത്തെയും അദ്ദേഹം വളർത്തിയെടുത്തു. വ്യവസായത്തെ വളർത്തിയെടുത്തതിൻ്റെ കഥയാണ് കറന്റ് ബുക്സ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ രീതിയിൽ പ്രവർത്തിച്ച അദ്ദേഹം കേരളത്തിലെ SPCS ഇവിടെ പ്രവർത്തിച്ച് കേരളത്തിലെ എഴുത്തുകാർക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ SPCS തന്നെ അരക്ഷിതമായി മാറി. SPCS അരക്ഷിതമാകുമ്പോൾ SPCSന് എഴുത്തുകാർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് ഇവിടെ കേരളത്തിലെ എഴുത്തുകാർക്ക് ഒരു ആശ്രയമായി നിന്നത് പുതുതായി വന്ന DC-യുടെ SPCSൻ്റെ അനുഭവത്തോടുകൂടെ പരിചയത്തോടുകൂടെ പ്രവർത്തിച്ച ഈ പുതിയ പ്രസ്ഥാനമായിരുന്നു. അത് ഒരു സ്വകാര്യ വ്യവസായ സ്ഥാപനമാണെങ്കിലും അത് ഒരു പൊതുസ്ഥാപനം പോലെ പ്രവർത്തിക്കുകയാണ്. അതിന് ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ അംഗീകൃതമായ സദാചാര സംഹിതയുണ്ട്. അതിൽ നിന്നത് ഒരിക്കലും മാറാറില്ല. എഴുത്തുകാരൻ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളൊരു നോട്ടം ഒരിക്കലും എഴുത്തുകാരന് സംഭവിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ DC കിഴക്കേമുറിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ ഉപന്യാസങ്ങൾ എഴുതുന്ന സമയത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടത്. അപ്പോൾ സഞ്ജയൻ അദ്ദേഹത്തിൻ്റെ ആ മാസിക തുടങ്ങുന്ന സമയത്ത് സഞ്ജയനിൽ സീതാരാമൻ എന്ന പ്രസിദ്ധനായ ഫലിത സാഹിത്യകാരൻ മലയാളത്തിലെ ഫലിത സാഹിത്യത്തെക്കുറിച്ച് കുറേ പദ്യങ്ങൾ എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം കുഞ്ചൻ നമ്പ്യാർ തൊട്ട് ആരംഭിക്കും. കുഞ്ചൻ നെഞ്ചകമായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ രചന ഇങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ ഒരു വരിയിൽ അദ്ദേഹം പറയും DC ഉമ്മറവാതിലായി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അന്ന് വായിച്ചതാണ്, എനിക്ക് ഇത്രയും ഓർമ്മയുള്ളൂ. അദ്ദേഹം മലയാള ഫലിത സാഹിത്യത്തെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതും വെളിയിലുള്ളതുമായ ചൈതന്യങ്ങളെ അവതരിപ്പിക്കുകയാണ്. DC ഉമ്മറവാതിലാണ്. ഉമ്മറവാതിൽ എന്ന് പറയുന്നത് കിഴക്കേ മുറി എന്നുള്ളതിൻ്റെ അന്യാപദേശമാണ്. ഉമ്മറവാതിൽ എന്ന് പറയുന്നത് ഉമ്മറം മിക്കവാറും ഈ കേരളത്തിൽ കിഴക്ക് വശത്തായിരിക്കും. അപ്പോൾ ഉമ്മറത്തെ വാതിൽ കിഴക്കേ മുറിയെ സൂചിപ്പിക്കുകയാണ്. അത്ര സമർത്ഥമായിട്ടാണ് അദ്ദേഹം ആ കവിത രചിച്ചത്. അങ്ങനെ ഇവിടെ അവദാനങ്ങളാൽ പ്രകീർത്തിതനായിരുന്നു ആ കാലത്ത് തന്നെ DC കിഴക്കേ മുറി. ഇതാണ് DC പാരമ്പര്യം എന്നത്. ഇത് അസാധാരണമായൊരു പാരമ്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ പുത്രനായ രവിയുടെ ഏറ്റവും വലിയ ഒരു ക്ലേശം ഈ പാരമ്പര്യത്തെ ഈ രീതിയിൽ നിലനിർത്തുക എന്നതാണ്. അദ്ദേഹം തൻ്റെ മകനിത് ചെയ്യുമെന്ന ഉറപ്പിലാണ് അദ്ദേഹം സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു പോയത്. അച്ഛൻ മകനിൽ നിന്ന് തോൽവി ഇഷ്ടപ്പെടുന്നു എന്നതുപോലെ രവിയിൽ നിന്ന് ആ DC കിഴക്കേ മുറി തോൽവിയെ ഇഷ്ടപ്പെടുന്നു. പ്രസാധന രംഗത്തും അതിൻ്റെ വ്യാപ്തിയിലും രവി DC പല രംഗങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കാലത്തിൻ്റെ പുതുമയെ ഉൾക്കൊണ്ടുകൊണ്ട് കാലഘട്ടത്തിൻ്റെ സങ്കീർണതകളെ മനസ്സിലാക്കി അദ്ദേഹത്തിന് തൻ്റെ വ്യവസായത്തെ വികസിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ എൻ്റെ പ്രഭാഷണം ഏതിലേക്കൊക്കെയാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു വിഷയം മാത്രം പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നമ്മൾ ഈ സാഹിത്യ സമ്മേളനത്തിൽ DC കിഴക്കേ മുറിയുടെ ഈ അനീതിയെ എതിർക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. അത് ഞാൻ രവി ഓർക്കുമെങ്കിൽ ഞാൻ രവിയുടെ കുടുംബത്തിൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാനത് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കട്ടെ. രവി വിവാഹം കഴിച്ചത് പ്രൊഫസർ ജോസഫ് പുലിക്കുന്നേലിൻ്റെ മകളെയാണ്. ജോസഫ് പുലിക്കുന്നേൽ ഞാൻ സഹപ്രവർത്തകരാണ്. ദേവേരി കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. ജോസഫ് പുലിക്കുന്നേൽ അദ്ദേഹത്തിൻ്റെ ഭിന്നാഭിപ്രായങ്ങളുടെ ആവിഷ്കരണത്തിൽ ഒരു തീവ്രവാദിയാണ്. അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ മകളെ തൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് DC കരുതുന്നുണ്ടെങ്കിൽ ആ DC എന്ന ആ പിതാവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. ജോസഫ് പുലിക്കുന്നേൽ ക്രൈസ്തവ മതത്തിൻ്റെ പ്രാസ്ഥാനികമായ അതിൻ്റെ ദുർവ്യതിയാനങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പലപ്പോഴും ചിലതൊക്കെ ദുസ്സഹമായി തോന്നാറുണ്ട്. പക്ഷേ DC കിഴക്കേ ഈ ജോസഫ് പുലിക്കുന്നേൽ ഒരു ആവശ്യമാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മഹാശക്തികളോടുകൂടിയ മഹാപ്രസ്ഥാനങ്ങൾ ഗുണങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവയുടെ നിഴലുകളും അതിഭീകരങ്ങളായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർക്കേണ്ടതാണ്. ജോസഫ് പുലിക്കുന്നേൽ അതാണ് ചെയ്തത്.
DC കിഴക്കേമുറി ആ ബന്ധത്തെ ഒരു ആത്മീയമായ സൗഹൃദമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതൊക്കെ സാധാരണ പറയാത്ത സംഗതികളായതുകൊണ്ട് ഞാൻ പറയുകയാണ്. DC കിഴക്കേമുറി കോട്ടയത്ത് ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ അധിഷ്ഠാനത്തിൽ ജീവിക്കുകയാണ്. ആ സമയത്തും അദ്ദേഹത്തിന് ഇതുകൊണ്ട് വല്ല കുഴപ്പവും വരുമോ എന്ന ആശങ്ക ഉണ്ടായില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ധീരത എന്ന് പറയുന്നത്. ഞാൻ ഈ ധീരതയെക്കുറിച്ച് 2 വാചകം പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ദുഃഖം നമ്മളിന്ന് സാഹിത്യമെന്ന് ഒരു മാമൂലനുസരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരായ 2 പേര് പുരസ്കാര വിജയം കൊണ്ട് നാം ഇന്ന് അഭിനന്ദിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ചലനങ്ങളുണ്ട്. പക്ഷേ മലയാള സാഹിത്യത്തിൻ്റെ ഏതോ ഒരു വലിയ യുഗം നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നുന്നു. ഇവിടെ പുതിയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നവർ, ആധുനികതയും ഉത്തരാധുനികതയും കൊണ്ടുവന്നവർ, ആധുനികതയ്ക്കും ഉത്തരാധുനികതയ്ക്കും ശേഷം സംസാരിക്കുമ്പോൾ ഈ കവികൾ, ഈ പ്രസ്ഥാന നായകർ ഇന്ന് കവിത അതിക്ഷുദ്രമായി മാറിയിരിക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർ ഈ നവപരീക്ഷണങ്ങൾ എന്ന നിലയ്ക്ക് വിലമതിക്കുന്നത് ശരിയല്ലെന്നും ഇവിടെ സാഹിത്യത്തിൻ്റെ വിജയം സാഹിത്യത്തിൻ്റെ മാനദണ്ഡം കൊണ്ട് വിലമതിക്കണമെന്നുമുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളെപ്പോലുള്ള വിമർശകർ. പക്ഷേ ഇവിടെ ഈ പ്രാസ്ഥാനികമായത് വന്നപ്പോൾ പക്ഷെ അവർ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. ഏതോ തരത്തിൽ നമ്മുടെ സാഹിത്യം, നമ്മുടെ ഈ സാഹിത്യത്തെ എല്ലാം ഇപ്പോൾ എനിക്കൊരു വലിയ അവാർഡ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം തന്നെ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൻ്റെ ഏകാന്തതയിൽ ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത്രയൊക്കെ സാഹിത്യമുള്ളൂ എന്നുള്ളൊരു വിചാരം കടന്നു വരാറുണ്ട്. മുമ്പ് കുട്ടികൃഷ്ണൻ നായരും പിന്നെ ഡോക്ടർ ഭാസ്കരൻ നായരും കലയെപ്പറ്റി ഒരു തർക്കം വന്ന സമയത്ത് ഭാസ്കരൻ നായർ ഈ ആധുനിക കാലത്തെ സാഹിത്യത്തെ കുറ്റപ്പെടുത്തുന്ന ഘട്ടത്തിൽ അത് എന്തുണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിന് കുട്ടികൃഷ്ണൻ നായർ മറുപടി പറഞ്ഞത്, ഭാസ്കരൻ നായർ കാളിദാസനെ വെച്ചുകൊണ്ട് അതുപോലുള്ള പ്രതിഭകൾ ഉണ്ടാകുന്നുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് മാരാർ സംസ്കൃതത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ അവതാരം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കാളിദാസിന് ശേഷം എത്ര നൂറ്റാണ്ടുകൾ വന്ധ്യങ്ങളായി പോയി എന്ന് ഡോക്ടർ ഭാസ്കരൻ നായർക്ക് അറിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. എത്രയോ നൂറ്റാണ്ടുകൾ ഊഷരങ്ങളായി മാറി ഒരു കാളിദാസൻ നിൽക്കുകയാണ്. അപ്പോൾ സാഹിത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ സാഹിത്യത്തിൽ മരുഭൂമികൾ വളരെ കൂടുതലുണ്ടാകും. പക്ഷേ യാത്രക്കാരായ ഞങ്ങൾക്ക് ഒരു നേരിയ ഈ മരുഭൂമിയിൽ ഒരു ചെറിയ പച്ചത്തുരുത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു അഭിലാഷത്തിന് വേണ്ടി വരണ്ട കണ്ണുകൾ ചക്രവാളങ്ങളിലേക്ക് നോക്കിയയക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് എന്തോ ഒരുപാട് പത്രങ്ങളുണ്ട്, ഒരുപാട് സർവകലാശാലകളുണ്ട്, എല്ലാവരും അറിവുള്ളവരാണ്. നമ്മുടെ കാലഘട്ടത്തെ ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ കവിത എഴുതുന്നതൊക്കെ PhD-ക്കാർ കവിത എഴുതുകയാണ്. എനിക്ക് ആദ്യം ഇതിലൊക്കെ ഒരു വിഷമം തോന്നിയിരുന്നു. PhD-ക്കാർ എന്ത് ചെയ്താലും കവിത എഴുതാതിരുന്നാൽ മതിയായിരുന്നു. അത് പറയുന്ന സമയത്ത് ഇപ്പോൾ PhD-ക്കാരെ ഒഴിവാക്കിയാൽ ഇതൊന്നും ചെയ്യാൻ ആളില്ലാത്തൊരു സ്ഥിതി വന്നു പോയിരിക്കും. PhD-ക്കാർ വൈസ് ചാൻസലർമാരും ആണ്, അതുപോലെ തന്നെ കവിത എഴുതുന്നവരുമാണ്. രണ്ടും അവതാളത്തിലാവുമെന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസമാണ്. നമ്മുടെ നേരെ മുൻകഴിഞ്ഞു പോയ ഈ പത്മനാഭൻ്റെയും സക്കേറിയുടെയും ഒക്കെ തലമുറയ്ക്കും അപ്പുറത്തുള്ള നമ്മുടെ കഥാസാഹിത്യത്തെ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. അവർക്ക് ആർക്കും ഒരു പൂർണ്ണമായ കലാലയ വിദ്യാഭ്യാസം സിദ്ധിച്ചിരുന്നില്ല. DC ഈ സമ്മേളന നഗരിക്ക് പൊറ്റക്കാട് നഗർ എന്നാണ് പേര്. ഇതിൻ്റെ മറ്റ് സമ്മേളനങ്ങൾ നടന്ന സ്ഥലത്തിന് ടൗൺ ഹാളിന് ബഷീർ നഗർ എന്നാണ് പേര്. ബഷീറിൻ്റെ വിദ്യാഭ്യാസവും പൊറ്റക്കാടിൻ്റെ വിദ്യാഭ്യാസവും ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയതിൽ ആരും അത്ഭുതപ്പെടുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ എനിക്ക് സംസ്കൃതത്തിൽ MA ഉണ്ട്, മലയാളത്തിൽ MA ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷനിൽ B.Ed ബിരുദമുണ്ട്, കോമേഴ്സിൽ BCom ഡിഗ്രി ഉണ്ട്, സാഹിത്യ വിമർശനത്തിൽ PhD ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ അല്ലാതിരിക്കുക? എൻ്റെ ആരോഗ്യം മുഴുവൻ താകുന്നത് ഈ ബിരുദങ്ങളുടെ ആരോഗ്യം വർദ്ധിച്ചതുകൊണ്ട് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയതാണ്. അതുപോലെ നമ്മുടെ അന്നത്തെ ഈ മഹാപുരുഷന്മാരെ ഒന്ന് നോക്കേണ്ടതാണ്. പൊൻകുന്നം വർക്കിക്ക് ഇത്തരത്തിൽ ബയോഡാറ്റയിൽ വിദ്യാഭ്യാസമുള്ളതോളം പൂജ്യമാണ്. നമ്മുടെ VP മേനോനെ പറ്റി പോലെ VP മേനോൻ്റെ ബയോഡാറ്റ ഓൾ ഇന്ത്യ ഡയറക്ടറിയിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുക ഈ ഒറ്റപ്പാലം ഹൈസ്കൂളിൽ നിന്നാണ്, ഒറ്റപ്പാലം എന്നാണ്, അതെ,
ഒറ്റപ്പാലായി ഒന്നിച്ച തേർഡ് ഫോറം വരെ പഠിച്ചിട്ടുണ്ടെന്നാണ്. SLC പൂർത്തിയായിട്ടില്ല. ഇന്ന് SLC പൂർത്തിയായവൻ്റെ അടുത്ത് ഈ രാജ്യത്തിലെ മുഴുവൻ TV-യുടെയും ആപൽക്കരങ്ങളായ ആയുധങ്ങളുടെ രൂപത്തിലുള്ള ഭീകര ക്യാമറകളുമായി വന്ന് കുടുംബങ്ങളെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ട് നീ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച് അവർ വായെ തോന്നിയതൊക്കെ പറയുന്നത് പിറ്റേന്ന് പത്രത്തിൽ അച്ചടിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ ഇവിടെ വർക്കിയോട് SLC പാസ്സായിട്ട് നീ എന്താകുമെന്ന് ചോദിക്കാൻ ഇവിടെ ആളില്ലാതിരിക്കാൻ കാരണം അദ്ദേഹം SLC വരെ എത്തിയോ എന്നുള്ള സംശയം കൊണ്ടാണ്. പിന്നെ പൊറ്റക്കാട്, ബഷീർ, ഇവരൊന്നും. പക്ഷേ ഇവരുടെ രചനകൾ ഒന്ന് നോക്കുക. PhD എഴുതിയ വ്യക്തിയുടെ രചന ഈ SLC-കാരൻ്റെതിനെ അപേക്ഷിച്ച് വളരെ ഔന്നത്യത്തിൽ പോകുമോ എന്ന് നമുക്കൊരു സംശയം തോന്നും. പക്ഷേ അത് വേറൊരു ഡിഗ്രിയാണ്. അതുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ സാമൂഹികമായ പുരോഗതി ഉണ്ടല്ലോ, ആ പുരോഗതി സാഹിത്യത്തെ ബാധിക്കണമെന്നില്ല. നമ്മളിവിടെ സംതൃപ്ത കുടുംബം ഉണ്ടാകാം, ഇവിടുത്തെ ഭരണകൂടം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നുണ്ടാകാം, സാഹിത്യം അതിനനുസരിച്ച് വളരണമെന്നില്ല. നമുക്കതുകൊണ്ട് ചെയ്യാവുന്നത് സാഹിത്യത്തെ പറ്റിയുള്ള ചർച്ചകൾ നടത്തുക എന്നുള്ളത് മാത്രമാണ്. അതാണ് സാഹിത്യ അന്തരീക്ഷം. നമ്മെപ്പോലുള്ളവർക്ക് സാഹിത്യം ഒരുപക്ഷെ സൃഷ്ടിച്ചാൽ നന്നാകണമെന്നില്ല. പക്ഷേ സാഹിത്യ അന്തരീക്ഷത്തെ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. അവിടെയാണ് ഈ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ പല വിവാദങ്ങളും വരുമ്പോൾ ഇവിടുത്തെ സദാചാരത്തിൻ്റെ കാവൽക്കാർ ഇന്ന് രാഷ്ട്രീയ നേതാക്കളാണ്. അവർ ഉടനീളം വിളിച്ചു പറയുകയാണ്, എഴുത്തുകാർ നമ്മുടെ രാഷ്ട്രീയക്കാരെക്കാളും വളരെ താണുപോയിരിക്കുന്നു. അവർ പറയുന്നത് അന്യോന്യം വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ ഇതിന് ഒരു ഡിഫൻസ് ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പല സമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൻ്റെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും പ്രാതിനിധ്യമുള്ള ഒരു സമ്മേളനമാകിയാൽ ഇതിനൊരു മറുപടി പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുകയാണ്. വ്യക്തിപരമായ ദൂഷണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുതരം സദാചാരത്തിൻ്റെ ഒരു വചനമാണത്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, കഴിഞ്ഞ കാലത്തെ ചർച്ചകളുടെ ഒരു സ്വഭാവം അവർ മനസ്സിലാക്കേണ്ടതാണ്. സാഹിത്യത്തിൻ്റെ രചനയുടെ സാങ്കേതികതകളെ കുറിച്ചാണ് ഇതിനു മുമ്പ് തർക്കങ്ങൾ നടന്നത്. ദ്വിതീയാക്ഷര പ്രാസവാദം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. രണ്ടാമത്തെ അക്ഷരം പ്രാസമായി അത് ആവർത്തിക്കണമോ വേണ്ടയോ എന്നുള്ള രചനയുടെ സാങ്കേതിക തർക്കമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഇവിടുത്തെ എഴുത്തുകാർ ഇത്തരത്തിലുള്ള സാങ്കേതിക ചർച്ചകളെ പിന്നിലാക്കിയിരിക്കുന്നു. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ എഴുത്തുകാരൻ്റെ സ്വത്വത്തെക്കുറിച്ചാണ്. ആ എഴുത്തുകാരൻ്റെ സ്വത്വം ഈ കാലഘട്ടത്തിൽ എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കുന്ന സമയത്ത് വ്യക്തികളെ കുറിച്ച് പറയും. അത് രചനയുടെ ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു എഴുത്തുകാരന് അവൻ്റെ ഈ നിർമ്മാണ ശക്തിക്ക് ഒരു ഉഗ്രതനാത്മകതയും അഭേദ്യതയും ആവശ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ വാക്കുകൾ മാറിപ്പോകരുത്. അത് സംഭവിക്കുന്ന സമയത്ത് ഞാനൊരു കുറ്റപ്പെടുത്തുമ്പോൾ അത് വ്യക്തി നിന്ദനമാണെന്ന് പറയാൻ പാടില്ല. അതിവിടുത്തെ എഴുത്തുകാരന് ഒരു രചനാത്മകമായ സദാചാരമുണ്ട്. ആ സദാചാരം ഇവിടെ നിലനിൽക്കാത്തതിനെ പറ്റിയുള്ള ക്ഷോഭമാണ് കാണിക്കുന്നത്.